ഗോവിന്ദ മാഷ് നേതൃത്വം നൽകിയ ഗുണ്ടകളുടെ അക്രമം സഹിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ഗോവിന്ദ മാഷ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? അന്നും ഇന്നും എന്നും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. അതിന് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ബലിയാടാക്കേണ്ടി വന്നാലും ഇനി ഇതുപോലൊരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കരുത്. ഇവിടെയുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ പറയുന്നത് കൊയ്യൻ ജനാർദ്ദൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ കൊയ്യൻ ജനാർദ്ദൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് കാര്യം? ശരിയാണ്, എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ കാശുണ്ടായിട്ടില്ല. എൻ്റെ മകള് അയച്ചു തന്ന പൈസ കൊടുത്താണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. ഞാൻ സ്ഥാനാർത്ഥിയായത് ഈ നിയോജകമണ്ഡലത്തിലെ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ നിർബന്ധം കൊണ്ടാണ്. ഒരു കാലത്ത് നിങ്ങൾ നോമിനേഷൻ പിൻവലിക്കരുത് എന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാർ എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ നോമിനേഷൻ പിൻവലിക്കാതെ മുന്നോട്ട് പോയത്. എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ കെ.സി. വേണുഗോപാൽ, ബഹുമാനപ്പെട്ട KPS പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അവരൊക്കെ എന്നോട് വിളിച്ചിരുന്നു. എന്നോട് പിന്മാറാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നു. അവരോടൊക്കെ ഞാൻ പിന്മാറാൻ സാധിക്കാത്തതിൽ അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എടുത്തൊരു നിലപാട്, ആ നിലപാടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തളിപ്പറമ്പിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനോട് ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, UDFൻ്റെ പ്രവർത്തകന്മാർ അതിനനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാരുണ്ട്. എത്രയോ വർഷങ്ങൾ രാവും പകലും വ്യത്യാസമില്ലാതെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത എത്രയോ നൂറുകണക്കിന് ആളുകൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുണ്ട്. അവർക്കൊന്നൊരു സീറ്റ് കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ CPM പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന TK ഗോവിന്ദൻ മാസ്റ്റർക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. 60 വർഷം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ ആ പാർട്ടിയിൽ നിന്നും ഇവിടെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്തേക്ക് വന്ന് UDFൻ്റെ പിന്തുണ തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 60 വർഷം വർക്ക് ചെയ്ത അല്ലെങ്കിൽ പണിയെടുത്ത ഒരു പാർട്ടിയോട് കാണിക്കാത്തൊരു കൂറ് രണ്ടാഴ്ച, കേവലം 15 ദിവസം മാത്രം ബന്ധമുള്ള UDFൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാൽ ഈ UDFൽ നിൽക്കും എന്നുള്ള ഉറപ്പ് എന്താണ് ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യത്തിലുള്ളത്? പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നേതാവിന് അവകാശപ്പെടാൻ സാധിക്കുമോ ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ കൂടെ UDFൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു അവകാശവാദം ആർക്കെങ്കിലും ഉന്നയിക്കാൻ പറ്റും? 60 വർഷത്തോളം നിന്ന ഒരു പാർട്ടിയോട് കാണിക്കാത്ത ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കൂറ് ഈ പാർട്ടിയോട്, UDFനോട് കാണിക്കുമെന്നുള്ള വിശ്വാസം എങ്ങനെ നമ്മൾക്ക് കാണാൻ സാധിക്കും? ഇവിടെ കൊടും ചതി നടക്കുകയാണ്. UDFൻ്റെ പ്രവർത്തകന്മാരോട്, ആത്മാർത്ഥതയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ചതിക്കുകയാണ് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ. പാവപ്പെട്ട യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾ, രാവും പകലും പണിയെടുക്കുന്ന ആളുകളെ 60 വർഷമായി ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു CPM നേതാവ് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന ഗോവിന്ദൻ മാഷ് 50 വർഷക്കാലമായി എനിക്കറിയാം. എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന മുതൽ 53 വർഷമായി ഞാൻ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് തുടങ്ങുന്ന രാഷ്ട്രീയം, ഈ 53 വർഷമായി എനിക്ക് ഗോവിന്ദൻ മാഷെ അറിയാം. ആ ഗോവിന്ദൻ മാഷുടെ ഭീഷണിയും ഗോവിന്ദൻ മാഷ് നേതൃത്വം നൽകിയ ഗുണ്ടകളുടെ അക്രമം സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരന് ഗോവിന്ദൻ മാഷ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ആത്മാർത്ഥതയുള്ള ആർക്കും സാധ്യമല്ല. അവരൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന പക ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നോട് പല ആളുകളും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ്, 10 വർഷക്കാലം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്,
ആ ഗവൺമെൻറ് ഇറക്കാനുള്ള ശ്രമമാണ് UDF നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ആ UDFൻ്റെ കൂടിയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അന്നും ഇന്നും എന്നും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. ആ കോൺഗ്രസ്സുകാരനായ ഞാൻ മാത്രമേ ഒരു കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അവകാശപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടോ? നോമിനേഷൻ കൊടുത്തതിലുണ്ടോ? ഇപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടോ? ഇല്ല. ഒരു കോൺഗ്രസ്സുകാരനെ ഉള്ളത് കൊയ്യൻ ജനാർദ്ദനാണ്. 53 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ ഞാൻ പണിയെടുത്ത ഒരാളാണ്. ഇവിടെ തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരത്തിൽ ഞാൻ രാത്രിയൊക്കെ പാർട്ടി പരിപാടിയും കഴിഞ്ഞ് ആ പഴയ ഓഫീസിലുള്ള നീണ്ട ബെഞ്ചിൽ കിടന്നുറങ്ങി കൊതുകടി ഏറ്റ് കിടന്നുറങ്ങിയ എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത്. ആ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഉള്ള സമയത്താണ് ഇതുപോലൊരു വൃത്തികെട്ടൊരു തീരുമാനം ഒരു രാഷ്ട്രീയക്കാരും എടുക്കാൻ ഇനി പാടില്ലാത്തൊരു തീരുമാനം. അതിന് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ബലിയാടാക്കേണ്ടി വന്നാലും ഇനി ഇതുപോലൊരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കരുത്. സ്വന്തം പാർട്ടിയിൽ വർക്ക് ചെയ്ത ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഉണ്ടാകരുത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരുപക്ഷെ സുഖം കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടി വന്ന് അവിടുന്ന് സീറ്റ് കിട്ടി അവിടെ വളരെക്കാലം വർക്ക് ചെയ്ത ആളുകളെ പിന്തള്ളിക്കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇനി മേലാൽ എടുക്കരുത്. അതിനുവേണ്ടിയാണ് എൻ്റെ ഒരു പോരാട്ടം. ഒരുപക്ഷെ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും എന്നോട് ഒരുപാട് ആളുകൾ 3 മണി നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷം 3:01 മുതൽ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. നിങ്ങളെടുത്തൊരു തീരുമാനം ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഒരു ചങ്കുറ്റം കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ, എന്നെ വിളിച്ച ആളുകൾ. കാരണം എല്ലാവർക്കും ഓരോ പോസ്റ്റ് നിലവിലുള്ള ഭാരവാഹിത്വം പോസ്റ്റുകൾ നഷ്ടപ്പെടാൻ മടിക്കുകയാണ്. ഞാൻ KPC മെമ്പറാണ്. 53 വർഷം ഞാൻ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് KPC മെമ്പറാണ്. ആ KPC മെമ്പർ സ്ഥാനം പോയാലും ശരി എനിക്ക്. പക്ഷേ ഞാനെടുത്തൊരു നിലപാട് ഈ ജനങ്ങളോട്, ഈ നാട്ടിലെ വോട്ടർമാരോട്, ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഇതിനെതിരെ നോമിനേഷൻ കൊടുക്കും. ആ നോമിനേഷനുമായി ഞാൻ മുന്നോട്ട് പോകുന്ന ജനങ്ങളോട് പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് ഞാൻ പാലിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വാർത്ത നിങ്ങളൊക്കെ പുറത്തുവിട്ടു. എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ മേലെ ഇനി നിയന്ത്രിക്കാൻ ആളുകളില്ലല്ലോ. ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ മേലെ ആളുകളുണ്ട്. ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ, ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എൻ്റെ മേലെയാണ്. അവരെ താഴെയാണ് ഞാൻ. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഞാനൊരു MLA ആയാലും ഞാൻ ഈ ജനങ്ങളുടെ, ഞാൻ ഈ വോട്ടർമാരുടെ താഴെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ജനപ്രതിനിധിയായി 2 പ്രാവശ്യം പഞ്ചായത്ത്, 1 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സമയത്തും എപ്പോഴും ഞാൻ ജനങ്ങളുടെ താഴെ നിൽക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ മേലെ ജനങ്ങളാണ്, ജനാധിപത്യ വിശ്വാസികളാണ്, എന്നെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും. അവർ പറയുന്ന കാര്യങ്ങളെ ഞാൻ കേൾക്കൂ. ഇനി ഞാൻ അവർ പറയുന്നതേ കേൾക്കൂ. എൻ്റെ മേലെ നിയന്ത്രിക്കാൻ ആളുകളില്ല. എൻ്റെ മേലെയുള്ള ദൈവവും അതുപോലത്തെ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ വോട്ടർമാരും എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ പറയുന്നത്, ഇവിടെയുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ പറയുന്നത് കൊയ്യൻ ജനാർദ്ദൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ കൊയ്യൻ ജനാർദ്ദൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് കാര്യം? ശരിയാണ്, എൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ കയ്യിൽ നിങ്ങളൊരു പക്ഷേ എൻ്റെ നോമിനേഷൻ പേപ്പർ പരിശോധിച്ചാൽ കാണാൻ കഴിയും, എൻ്റെ അക്കൗണ്ടിൽ ഒരു 304 രൂപയായി. എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ കാശുണ്ടായിട്ടില്ല. എൻ്റെ മകള് അയച്ചു തന്ന പൈസ കൊടുത്താണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. 53 കൊല്ലം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. 1 ഉറുപ്പ്യ പോലും എൻ്റെ അക്കൗണ്ടിലില്ല.